സദ്ദാം ഹുസൈന്റെ യുദ്ധം കുവൈറ്റിൽ നടക്കുമ്പോൾ സ്കഡ് മിസൈലെന്നും കേട്ടിട്ടുള്ള മലയാളികൾ കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ ആകാശത്ത് ഇറാൻ മിസൈലുകൾ ചീറിപ്പായുന്നത് നേരിട്ട് കണ്ട് അന്തം വിട്ടു. 20 മിനിറ്റോളമാണ് ആകാശത്ത് മിസൈലുകൾ പായുന്നത് കണ്ടു എന്ന് മലയാളികൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ വളരെയധികം പരിഭ്രാന്തരായി. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അവർ പുറത്തിറങ്ങി വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് മലയാളികൾ പറഞ്ഞിരിക്കുന്നത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന അൽ ഉദൈദ് എയർബേസിൽ നിന്ന് 20 കിലോമീറ്ററോളം മാത്രം അകലെ താമസിക്കുന്ന ഒരു മലയാളി മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. 20 മിനിറ്റോളം ആകാശത്ത് മിസൈലുകൾ പായുന്നത് കണ്ടു. കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ പരിഭ്രാന്തരായി പുറത്തിറങ്ങി. ആളുകൾ ആകാശത്തേക്ക് നോക്കി വാഹനം ഓടിച്ചതിനെ തുടർന്ന് കൂട്ടിയിടി ഉണ്ടായി. ആക്രമണത്തെ തുടർന്ന് അതുകൊണ്ട് തന്നെ ആളുകൾ പരിഭ്രാന്തരായി. ഇപ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക സമയം കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് ശബ്ദം ആദ്യം കേൾക്കുന്നത്. ആദ്യം വാതിലുകളൊക്കെ കുലുങ്ങി ഉൽക്ക പോകുന്നത് പോലെയാണ് തോന്നിയത്. ആകാശത്തെ കാഴ്ച അങ്ങനെ ആയിരുന്നു. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുന്നത് കാണാൻ സാധിച്ചു. പ്രകമ്പനമുണ്ടായ അരമണിക്കൂറിനകം സ്ഥിതിഗതികൾ നോർമലായെന്നും അദ്ദേഹം പറയുന്നു. അത് ആദ്യം ഇവർ സംശയിച്ചത് മിസൈലുകളാണോ ഡ്രോണുകളാണോ എന്നാണ്. 1-2 മിസൈലുകൾ താഴെ പതിച്ചതായും ഇവർ സംശയിക്കുന്നു. വാഹനത്തിൽ ഇരുന്നപ്പോൾ പ്രകമ്പനം അനുഭവപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് പൗരന്മാർക്ക് നിർദ്ദേശവുമായി ഖത്തറിലെ ഇന്ത്യൻ എംബസി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹം ജാഗ്രത പാലിക്കുക, വീട്ടിനുള്ളിൽ തന്നെ തുടരണമെന്നും അഭ്യർത്ഥിച്ച എംബസി അധികൃതർ ഖത്തർ അധികൃതർ നൽകുന്ന പ്രാദേശിക വാർത്തകൾ, നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. US UK എംബസികളും പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് എയർബേസ് ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തത്. US-ന്റെ സൈനിക പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രധാന കേന്ദ്രമാണ് അൽ ഉദൈദ് എയർബേസ്. 6 മിസൈലുകളാണ് ഇറാൻ തൊടുത്തത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവ വിജയകരമായി പ്രതിരോധിച്ചു എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നു. സംഭവത്തെ അപലപിച്ച അദ്ദേഹം ആക്രമണത്തെ നേരിടാനുള്ള അവകാശം ഖത്തറിനുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട ഖത്തറിന്റെ വ്യോമപാത വീണ്ടും തുറന്നതായും വിവരങ്ങളുണ്ട്. ഹമദ് വിമാനത്താവളത്തിൽ രാത്രി 12 മണിയോടെ ഖത്തർ സമയം രാത്രി 12 മണിയോടെ വിമാനങ്ങൾ സർവീസ് തുടങ്ങിയെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:45 വ്യോമപാത അടയ്ക്കുന്നതായി ഖത്തർ പ്രഖ്യാപിച്ചത്. ഏകദേശം 5 മണിക്കൂറിലേറെ സർവീസ് മുടങ്ങിയിരുന്നു. ചില വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നും വിമാന സർവീസുകളുടെ സമയക്രമത്തിലൊക്കെ മാറ്റമുണ്ട്. യാത്രക്കാർക്ക് നേരിടുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഖത്തർ എയർവേസ് അറിയിക്കുന്നു. വ്യോമപാത തുറന്നതിനെ തുടർന്ന് ഖത്തറിലേക്കുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായിട്ടാണ് വിവരങ്ങൾ. തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം, തിരുവനന്തപുരം അബുദാബി എത്തിഹാദ്, തിരുവനന്തപുരം ഷാർജ എയർ അറേബ്യ പുറപ്പെട്ടു. പുലർച്ചെയാണ് വിമാനങ്ങൾ എത്തിയതും പുറപ്പെട്ടതും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US-ന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി US സൈനിക താവളം ദോഹയിൽ ഉള്ള US സൈനിക താവളം ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതിനെ തുടർന്നാണ് വ്യോമപാത അടച്ചത്. 6ഓളം മിസൈലുകൾ അയച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒരു മിസൈൽ ഖത്തർ വ്യോമതാവളത്തിൽ പതിച്ചിട്ടുണ്ട്. ഖത്തറിലെ US സൈനിക താവളം ആക്രമിച്ചതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.